നമസ്കാരം, ഞാൻ അനീഷ് മൈക്കിൾ, M&S എഞ്ചിനീയറിംഗ് കമ്പനിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് ശൂരനാടാണ്. എക്സാക്ട് സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ പാവുമ്പ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പൊ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഉണ്ട്. അപ്പോൾ സബ്സ്ക്രൈബറിന് ഇവിടെ ഒരു 2 ഏക്കറോളം ഒരു പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ ഈ പ്രോപ്പർട്ടി ഓരോരോ പ്ലോട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് ടോട്ടലായിട്ട് 10 പ്ലോട്ട് ഉണ്ട്. അപ്പൊ അതിൽ 7 പ്ലോട്ടിലും അവർക്ക് വർക്ക് നടക്കുന്ന സമയത്ത് വെള്ളം പ്രോപ്പറായിട്ട് കാണും. അപ്പൊ ഇവിടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ഒരു ബോർവെൽ മാത്രമാണ് ഉള്ളത്. ഈ ഒരു ബോർവെൽ കൊണ്ട് നമ്മുടെ ഈ 7 ടാങ്കുകളും നമുക്ക് നിറയ്ക്കണം. അത് അറ്റ് എ ടൈം നിറയണം. ഇപ്പോ സപ്പോസ് ഏതെങ്കിലും ഒരു ടാങ്ക് വെള്ളം കുറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടാങ്ക് മാത്രം നമുക്ക് നിറയ്ക്കുകയും വേണം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ടാസ്ക്. നമ്മളിവിടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഈ ഓട്ടോമേഷൻ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോ ഓരോ ടാങ്കിലും നമുക്ക് ഓരോ സെൻസറൊക്കെ വെച്ചിട്ട് ഒരു കൺട്രോൾ പാനലൊക്കെ വെച്ചിട്ട് ഇത് ഓരോ ഇൻഡിവിജ്വൽ കൺട്രോൾ പാനൽ വെച്ച് നമുക്കിത് ചെയ്യാൻ പറ്റും. എന്നാൽ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഏറ്റവും സിമ്പിൾ, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് കാണാം. ഈ സൈറ്റില് ടാങ്കുകൾ ഇരിക്കുന്നത് പല സ്ഥലങ്ങളിലും അതുപോലെ പല ഹൈറ്റിലുമാണ് ഇരിക്കുന്നത്. ഈ ടാങ്കുകളാണ് നമ്മൾ ഓട്ടോമേഷൻ ചെയ്യുന്നത്. സാധാരണ നമ്മൾ എല്ലാ സ്ഥലത്തും ഇരിക്കുന്ന ഒരേ ലെവലിലായിരിക്കും ടാങ്കുകൾ ഇരിക്കുന്നത്. അത് ചെയ്യാൻ ഈസിയാണ്. അപ്പൊ ഡിഫറന്റ് സൈസ് ഇരിക്കുന്നത് ചെയ്യാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ. അപ്പൊ ഇതാണ് ഇവിടുത്തെ ബോർവെല്. അപ്പൊ ഈ ബോർവെല്ലിൽ നമ്മൾ ഡെപ്ത് വന്നിട്ട് 280 ഫീറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഏകദേശം ഒരു 400 മീറ്ററോളം പൈപ്പ് ലെങ്ത് ടോട്ടലായിട്ട് റൺ ചെയ്യണം. അതുപോലെ നമുക്ക് ഈ 7000 ലിറ്റർ വെള്ളം എടുക്കണം. അപ്പൊ ഈ ബോറിൽ നമുക്ക് ആവശ്യം പോലെ വെള്ളമുണ്ട്. വെള്ളം കഴിഞ്ഞ ദിവസമൊക്കെ ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും നോൺ സ്റ്റോപ്പ് ആയിട്ടാണ് വെള്ളം വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഡിസ്ചാർജിന് വേറെ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ 2 HP ക്രോംപ്ടന്റെ ബോർവെൽ പമ്പ് വാട്ടർ കൂൾഡ് 4W20 എന്ന് പറയുന്ന മോഡലാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മളിവിടെ കാണുന്നത് പോലെ ഓരോരോ പ്ലോട്ടായിട്ടാണ് ഇവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓരോ പ്ലോട്ടിനും സെപ്പറേറ്റ് ആയിട്ട് ടാങ്ക് വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഒരു പ്ലോട്ടിനെ കണ്ടോ, ഒരു പ്ലോട്ടിനെ ഡിവൈഡ് ചെയ്ത് 2 ടാങ്ക് ആയിട്ടാണ്. ഒരു ലെഫ്റ്റ് സൈഡിലെ ഒരാൾക്ക്, റൈറ്റ് സൈഡിലെ ഒരാൾക്ക്. അപ്പൊ ഇവിടെ 2 ടാങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ സൈറ്റില് നമ്മൾ മെയിൻ ആയിട്ട് ഇതിന്റെ പൈപ്പ് ലൈൻ ചെയ്തിരിക്കുന്നത് 1.4 ഇഞ്ചാണ് ഇതിന്റെ പൈപ്പ് ലൈൻ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ ഓരോ ലൈൻസ് വന്നിട്ട് എത്ര ടാങ്ക് ഉണ്ടോ ആ ടാങ്കിലോട്ടെല്ലാം ലൈൻസ് ഡിവൈഡ് ചെയ്ത് പോകും. അതിനുശേഷം നമ്മൾ ഓരോ ടാങ്കിലും നമ്മുടെ ഫ്ലോട്ട് വാൽവ്സ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫ്ലോട്ട് വാൽവ്. ഇതിൽ 3 പോർഷൻസ് ഉണ്ട്. ആദ്യം കാണുന്നത് ഇതിന്റെ വാൽവ് പോർഷൻ ആണ്. രണ്ടാമത്തേത് ഇതൊരു കണക്ടിംഗ് റോഡ് ഉണ്ട്. ഈ പച്ച കളറിൽ കാണുന്ന ഈ ബോൾ എയർ ഫിൽഡ് ആയിട്ടുള്ള ഒരു ബോളാണ്. അപ്പൊ ഇതില് നമ്മുടെ ടാങ്കിന്റെ ഉള്ളിൽ നമ്മൾ ഹോൾ ചെയ്തതിനു ശേഷമാണ് ഇത് പിടിപ്പിക്കുന്നത്. പിടിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് ലൈൻ ഈ പോർഷനിൽ കൂടെയാണ് നമ്മൾ ഇൻപുട്ട് ലൈൻ കൊടുക്കുന്നത്. നമ്മൾ ഈ കാണുന്ന ഈ ഹോളിൽ കൂടെയാണ് വെള്ളം ഇത് ചാടിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുവഴിയും വെള്ളം ചാടും, ഇതുവഴിയും വെള്ളം ചാടും. ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് ഇത് വെക്കുന്ന സമയത്ത് വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ടാങ്കിന്റെ ഉള്ളിലോട്ട് ഇതിങ്ങനെ താഴോട്ട് കിടക്കും. വെള്ളം പൊങ്ങി വരുന്നതനുസരിച്ച് ഇത് ഒരു എയർ ബോളാണ്. അപ്പൊ വെള്ളത്തിന്റെ ഇത് വെയിറ്റ് കുറവായതുകൊണ്ട് തന്നെ വെള്ളം പൊങ്ങി വരുന്നതനുസരിച്ച് ഈ ബോൾ ഇങ്ങനെ പൊങ്ങി വരും. ഈ ഫ്ലോട്ട് വാൽവ് വെച്ചിട്ടാണ് ഇതിന്റെ കൺട്രോളിംഗ് ചെയ്യുന്നത്. അതോടൊപ്പം ഇത് പമ്പ് എപ്പം ഓൺ ആവണം ഓഫ് ആവണം എന്ന് തീരുമാനിക്കും നമ്മളൊരു കൺട്രോൾ പാനൽ വെച്ചിട്ടുണ്ട്. അപ്പൊ ആ കൺട്രോൾ പാനലിന്റെ ഡീറ്റെയിൽസ് നമുക്ക് നമ്മുടെ പമ്പ് റൂമിലോട്ട് പോയിട്ട് നമുക്ക് നോക്കാം. ഈ ഒരു പാനലാണ് നമ്മളിവിടെ ഓട്ടോമേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ഇതൊരു മൈക്രോ പ്രോസസർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ പാനലാണ്. ഈ പാനലിൽ നമുക്ക് ലോ വോൾട്ടേജ് ആൻഡ് ഹൈ വോൾട്ടേജ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഡ്രൈ റൺ പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ ഇത് എടുത്തു പറയേണ്ടത് ഇതിനകത്ത് ടൈമർ ഫംഗ്ഷനും കൂടെ ഈ പാനലിനകത്തുണ്ട്. അപ്പോൾ ഈ പാനലിലെ ഡ്രൈ റൺ ഫംഗ്ഷനും അതുപോലെ തന്നെ നമ്മളെ ടൈമർ ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് നമ്മളിവിടെ ഓട്ടോമേഷൻ ഫംഗ്ഷൻ ചെയ്യാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്ക് പമ്പ് വർക്ക് ചെയ്യുന്ന സമയത്ത് നോർമൽ കറണ്ട് ആയിരിക്കും എടുത്തു പോകുന്നത്. വെള്ളത്തിന്റെ അളവ് കുറയുന്ന സമയത്ത് നമുക്ക് പമ്പിന്റെ ആംസ് കുറയും. അപ്പോൾ ഈ ഫംഗ്ഷൻ വെച്ചിട്ട് പാനലിൽ ഡ്രൈ റൺ ആവും. ഒരിക്കൽ ഡ്രൈ റൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ടൈമർ കൗണ്ട് ചെയ്യും. നമുക്ക് ഇഷ്ടമുള്ള ടൈം നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പാനലിൽ അരമണിക്കൂർ മുതൽ ഏകദേശം 48 അവേഴ്സ് വരെ നമുക്ക് ഇതിനകത്ത് ടൈം സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ സൈറ്റിലേക്ക് 1 അവർ ആണ് നമുക്ക് ടൈം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒരിക്കൽ ഡ്രൈ റൺ ഫംഗ്ഷൻ അടിച്ചു കഴിഞ്ഞാൽ 1 അവർ കഴിഞ്ഞിട്ട് ഈ പമ്പ് വീണ്ടും റീസ്റ്റാർട്ട് ആവുള്ളൂ. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടാണ് ഇവിടെ ഫുള്ളി ഓട്ടോമേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ നമുക്ക് കാണാം. നമ്മുടെ പാനലിൽ 2 ഫംഗ്ഷൻസ് ഉണ്ട്. ഒരു ഓട്ടോ ഫംഗ്ഷനും അതുപോലെ തന്നെ മാനുവൽ ഫംഗ്ഷനും ഉണ്ട്. അതിൽ നമ്മൾ ഇവിടെ ഓട്ടോ ഫംഗ്ഷനിലാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓട്ടോ ഓൺ ചെയ്യുമ്പോഴത്തേക്കും 60 സെക്കൻഡ്സ് ഇതിനകത്ത് കൗണ്ടർ ടൈം കൗണ്ട് ചെയ്യും. അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കൗണ്ട് ആയതിനു ശേഷം മോട്ടർ ഓൺ ആയി. മോട്ടർ ഓൺ ആവുന്ന സമയത്ത് ഇത് കറണ്ട് വന്നിട്ട് നോർമൽ കറണ്ട് 12.3 ആംസ് ആണ് നമ്മളിവിടെ വന്നേക്കുന്നത്. വോൾട്ടേജ് വന്ന് ഇവിടെ വോൾട്ടേജ് ഒരു അല്പം കുറവുണ്ട്. 178 വോൾട്ടിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 12.3 ആംസ് നമ്മുടെ പാനൽ സെൻസ് ചെയ്ത് നോർമൽ വോൾട്ടായിട്ട് നമ്മുടെ പാനൽ സേവ് ആയി ഇരിക്കും. ഇപ്പോൾ നമ്മുടെ ടാങ്കുകൾ ഓരോന്നായിട്ട് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് ഏറ്റവും അവസാനത്തെ 7ാമത്തെ ടാങ്ക് നിറയുന്നതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ടാങ്കിലെല്ലാം തന്നെ ഏകദേശം 95% ആണ് നമ്മൾ കട്ട് ഓഫ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ ടാങ്കിൽ നമ്മൾ ഏകദേശം ഒരു 90% നിറഞ്ഞിട്ടുണ്ട്. നിറഞ്ഞു വരുന്ന അനുസരിച്ച് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും വെള്ളത്തിന്റെ അളവ് ക്വാണ്ടിറ്റി കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അതേസമയം തന്നെ നമ്മുടെ പാനലിൽ കറണ്ട് കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് 11.3 ആംസ് ആയി കുറഞ്ഞത് പെട്ടെന്ന് വന്നു. ഡ്രൈ അടിച്ച് നിന്നു. ഡ്രൈ ആക്കി ഇത് കട്ട് ഓഫ് ആയി നിന്നു. അതായത് ഇപ്പോൾ വന്നിട്ട് നമ്മുടെ എല്ലാ 7 ടാങ്കുകളും ഫുള്ളായിട്ട് നിറഞ്ഞ് കട്ട് ഓഫ് ആയി നമ്മൾ നിന്നു. അതിനുശേഷം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഇതിന്റെ ടൈമർ വീണ്ടും സ്റ്റാർട്ട് ആയിട്ടുണ്ട്. കണ്ടോ, 59 മിനിറ്റ് കൗണ്ട് ചെയ്ത് തുടങ്ങി.
1 hour ആണ് നമ്മളിവിടെ ടൈമർ ഡിലേ വെച്ചേക്കുന്നത്. അടുത്ത് നമ്മൾ ഈ ടൈം കൗണ്ട് ആയി 0 ആകുമ്പോഴത്തേക്കും അടുത്ത് വീണ്ടും ഇത് ചെക്ക് ചെയ്യും, റീസ്റ്റാർട്ട് ആവുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം അതിനകത്തോട്ട് പോകും, ഇല്ലെങ്കിൽ ഇത് കട്ട് ഓഫ് ആയി നിൽക്കുകയും ഈ പ്രോസസ്സിങ്ങിനെ സൈക്ലിക് ആയിട്ട് ഇത് കണ്ടിന്യൂഷൻ ആയിട്ട് ചെയ്തു. ഈ സൈറ്റിൽ 7 ടാങ്കുകളും ഒരു പമ്പുമാണ് വെച്ചേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് എത്ര ടാങ്ക്, ഇപ്പോൾ 10 or 15 ടാങ്ക് ആയാലും തന്നെ നമുക്ക് ഒരു പമ്പ് വെച്ചിട്ട് ഒരു പാനൽ വെച്ച് നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ ഒരു രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു ചോദ്യം വരാം, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റിയൽ ആയിട്ട് ഡ്രൈ റൺ ഫംഗ്ഷൻ വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ റിയൽ ആയിട്ട് ഡ്രൈ റൺ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇതേ ഫംഗ്ഷൻ തന്നെ ആയിരിക്കും. അവിടെ തൊട്ട് അത് കൗണ്ട് ചെയ്യും, 1 hour കഴിയുമ്പോൾ വീണ്ടും അത് റീസ്റ്റാർട്ട് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലുള്ള പ്രൊട്ടക്ഷൻസ് നമുക്ക് ഇതിനകത്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും വർക്കുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിന്റെ മെറ്റീരിയൽ ഇപ്പോൾ പാനൽ വേണമെന്നുണ്ടെങ്കിൽ പാനൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വർക്ക് എല്ലാം കഴിഞ്ഞായിരുന്നു. അപ്പോൾ നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. ഞങ്ങൾ കരുനാഗപ്പള്ളി പാവുമ്പ വില്ലേജിൽ ഞങ്ങളിപ്പോൾ 2 ഏക്കർ 10 സെന്റ് സ്ഥലം ഞങ്ങൾ ഫാമിലി ഒരുമിച്ച് മേടിച്ചതാണ്. ഈ പ്ലോട്ട് ഞങ്ങൾ മുമ്പോട്ട് പിന്നെ കൺവെൻഷൻ സെൻറ്റർ, അല്ലെങ്കിൽ ഒരു വെയർ ഹൗസ്, അതല്ലെന്നൊരു ടർഫ്, ഇങ്ങനെ ഉള്ള ഉപയോഗങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ലീസിന് വേണമെങ്കിൽ ലീസിന്, അല്ലെന്നൊരു റെന്റിന് അങ്ങനെ കൊടുക്കാനുള്ള ഒരു പർപ്പസിലാണ് ഇത് മേടിച്ചേക്കുന്നത്. പ്ലംബിങ്ങും മോട്ടറും ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഞങ്ങൾ കുറേ തിരഞ്ഞു, കുറേ എൻക്വയറി ഒക്കെ ചെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് യൂട്യൂബിനകത്ത് M&S എഞ്ചിനീയറിംഗ് കമ്പനി തിരുവനന്തപുരം ഉള്ള നമ്പർ കിട്ടി. ഞങ്ങൾ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്തു. പ്രൊജക്ട് എഞ്ചിനീയർ അനീഷ് മൈക്കിൾ വന്നിട്ട് സൈറ്റ് സന്ദർശിച്ച് ഞങ്ങളുടെ റിക്വയർമെന്റുകൾ കേട്ടിട്ട് ഞങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ചുള്ള ഒരു നിർദ്ദേശം ഞങ്ങൾക്ക് തന്നു. അവർ വന്നു, ഞങ്ങൾക്ക് പറഞ്ഞ സമയത്തിന് ഒരു ദിവസം മുന്നേ ഞങ്ങൾക്കത് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഞങ്ങളെ സാറ്റിസ്ഫൈ ചെയ്ത് മൊത്തം ഞങ്ങൾക്ക് നല്ല ഒരു സന്തോഷകരമായ രീതിയിൽ ഞങ്ങളുടെ ഈ ഇതിനകത്ത് ഏരിയക്കകത്ത് ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളത്തിന്റെ സപ്ലൈ കിട്ടുന്നു. ഞാൻ ഈ കമ്പനിയെ പറ്റി എന്റെ മോൻ എന്നെ പരിചയപ്പെടുത്തി, നല്ല സർവീസ് തരും, നല്ല സേവനം നമുക്ക് കിട്ടും എന്ന് വിളിച്ച് ഈ കമ്പനി നമുക്ക് നല്ല സർവീസ് തന്നു. ഇതിന്റെ അവരുടെ വർക്ക് ഞങ്ങള് വളരെ സന്തോഷമായി, നല്ല തൃപ്തിപ്പെട്ടു. അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് നമ്പറും ലൊക്കേഷനും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ള ആൾക്കാർക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് കണ്ടുകൊണ്ടിരുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.